ഭർത്താവിനെ ദരിദ്രനാക്കുന്ന, ഭർത്താവിനെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന ചില ഭാര്യമാരുണ്ട്. അങ്ങനത്തെ ഭാര്യമാരുടെ 5 ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള ഭാര്യമാർ ആ സ്വഭാവം മാറ്റിയെടുക്കണം. ഭാര്യയുടെ പ്രാർത്ഥനയിലാണ് ഭർത്താവിന്റെ ബർക്കത്ത്, കുടുംബത്തിന്റെ സന്തോഷമൊക്കെ. അങ്ങനെയുള്ളവരാവണം. 1ാമത്തെ ദുസ്വഭാവം, രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ. ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, സംസാരിച്ചപ്പോ ഉമ്മാക്ക് പനി വന്നു, ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്നു. ആ ഒരു ദേഷ്യത്തിന്, ആ ഒരു വാശിക്ക് അവള് ഒരു രോഗമില്ലാത്ത അവള് രോഗിയായി ബെഡിൽ പോയി കിടന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എന്നിട്ട് പറയാണ് പോലും, ഞാൻ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ ഇല്ലേന്ന് നിങ്ങളെ ഉമ്മാനെ കൊണ്ടല്ലോ, എന്നെ കൊണ്ടുപോകോ ഇല്ലേന്ന് ഞാനൊന്ന് നിങ്ങളെ പരീക്ഷിച്ചു നോക്കിയതാണ്. രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ ഭർത്താവിനെ പിച്ചച്ചട്ടി എടുപ്പിക്കും, ദരിദ്രനാക്കും, കുടുംബത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയും. 1ാമത്തെ ദുസ്വഭാവം. 2, ഭർത്താവിന്റെ മുന്നിലല്ലാതെ സൗന്ദര്യം പ്രകടിപ്പിക്കുക. ഒരു ഭാര്യ അണിഞ്ഞൊരുങ്ങേണ്ടത് സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണ്. ഭർത്താവിന്റെ മുന്നിലല്ലാതെ അവൾ അവളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന പെണ്ണ് ഭർത്താവിനെ പിച്ചച്ചട്ടി എടുപ്പിക്കുമെന്ന് മാത്രമല്ല, കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയും. ഭർത്താവിനെ ദരിദ്രനാക്കും. 2ാമത്തെ ദുസ്വഭാവമാണ്. 3ാമത്തത്, ചെയ്ത നന്മ എടുത്തു പറയാം. ഞാൻ ഇല്ലങ്ങ കാണായിരുന്നു, നിങ്ങളെ വാപ്പി അമ്മയും പട്ടിണി കിടന്ന് കിടക്കുന്നത് കാണായിരുന്നു നിങ്ങൾക്ക്. അതൊക്കെ ഭാര്യയുടെ സൽഗുണത്തിൽപ്പെട്ടതാണ്. ഭർത്താവിന്റെ ഉമ്മയെപ്പോലെ നോക്കുക, ഭർത്താവിന്റെ ഉപ്പയെപ്പോലെ നോക്കുക. ഉപ്പയാണ് ഉമ്മയാണ്, വേർതിരിവ് കാണിക്കാൻ പാടില്ല. അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന്, സ്വന്തം മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തതിന് തുല്യമാണ്, അതല്ലെങ്കിൽ അതിനേക്കാളും മേലെയാണ്. അപ്പോ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ് ഭർത്താവിനെ ദരിദ്രനാക്കും, കുടുംബത്തിലെ സന്തോഷവും ബർക്കത്തും നഷ്ടപ്പെടും. 4ാമത്തത്, ശാരീരിക ബന്ധത്തിന് വിസമ്മതിക്കുക. ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് വിസമ്മതം, അതിന് ഒരു മാനസികമായ ഒരു അകൽച്ച, അതും ഭർത്താവിനെ ദരിദ്രനാക്കും എന്ന് മാത്രമല്ല, കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയും. 5ാമത്തത്, അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കണ്ടതും ആരെങ്കിലും പറഞ്ഞതും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇപ്പോൾ ഓൺലൈൻ കാലമാണ്. എന്ത് നമ്മൾ ഓർഡർ ചെയ്താലും ഓൺലൈനിൽ വരുന്ന കാലമാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഭർത്താവിനെ കടക്കാരനാക്കുക. അനാവശ്യമായ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട്, ഒരുപാട് പാത്രങ്ങൾ, ഒരുപാട് വസ്ത്രങ്ങൾ, ഒരുപാട് ആഭരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അനാവശ്യമായ വസ്തുക്കൾ വാങ്ങി ദുർവ്യയം ചെയ്യുന്ന ഭാര്യ